ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. അങ്ങനെ റിയയുടെ പൊടി ഫലിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പല്ലവിയും വിപിനും ശാന്തി മുഹൂർത്തം ആഘോഷിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് റിയയും വിനയെയുമാണ്. ഇനിയും ആ പാമ്പെങ്ങാനും തിരിച്ചു വരുമോ വിനയ്, എനിക്ക് പേടിയാണെന്ന് റിയ പറയുമ്പോൾ, വരികയാണെങ്കിൽ ഞാനതിനെ തല്ലിക്കൊന്നോളാമെന്ന് വിനയ് പറയുന്നു. അല്ല വിനയ്, പാമ്പുകൾക്ക് ചെവിയുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പാർവതി പറഞ്ഞ ഉടനെ അത് പോയപ്പോ അത് ശരിക്കും അത്ഭുതമായിരുന്നു. ഇത് കേൾക്കുന്ന വിനയ് പറയുകയാണ്, അല്ലെങ്കിലും പാർവതി അങ്ങനെയാ. സകല ജീവികളോടും ആത്മാക്കളോടും എല്ലാം അവൾ സംസാരിക്കും. നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് പോയി കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിനയ് പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് റിയ. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന വിപിനെയും പല്ലവിയെയുമാണ്. വിപിൻ എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുമ്പോൾ പല്ലവി തന്റെ അടുത്ത് പിടിച്ച് കിടത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിശാലിന് ചായയുമായിട്ട് ചെല്ലുന്ന പാറുവിനെയാണ്. എന്താടോ തന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്, എന്തു പറ്റിയെന്ന് വിശാൽ ചോദിക്കുമ്പോൾ വിശാലിനോട് നാഗദോഷത്തിന്റെ കാര്യം പറയണോ എന്ന് പാറു ആലോചിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, കഴിഞ്ഞുപോയ കാര്യങ്ങള് ഇനി സാറിനോട് പറഞ്ഞ് സാറിനെ കൂടി എന്തിനാ വിഷമിപ്പിക്കുന്നത്. അതേസമയം അങ്ങോട്ടേക്ക് പ്രഭാവതിയും റിയയും കൂടി വരികയാണ്. വിശാൽ, നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ. ഇവിടെ അടുത്ത് ഒരു ആത്മാനന്ദ സ്വാമികളുണ്ട്. ഈ സ്വാമിജിയെ വലിയ ദിവ്യനാണ്, അപാര ശക്തിയാണ് സ്വാമിക്ക്. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും യാഗം കൊണ്ട് സ്വാമി നടത്തിത്തരും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടതെന്താ? ഇവിടെ കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ ഉയരണം. നമ്മുടെ വീട്ടില് ഒരു ശ്രീശങ്കര യാഗം നടത്തണമെന്നാണ് തിരുമേനി പറഞ്ഞത്. പക്ഷേ അതിനു മുമ്പ് ആത്മാനന്ദ സ്വാമിയെ സ്വാമിയുടെ മഠത്തിൽ ചെന്നൊന്ന് നേരിട്ട് കാണണം. പോകുമ്പോ തനിച്ച് ചെല്ലാനും പാടില്ല, കുടുംബത്തിലെ ഏതെങ്കിലും മരുമകളെയും കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാ സ്വാമി പറഞ്ഞതെന്നും പ്രഭാവതി പറയുന്നു. ഞാനിപ്പോ ആരെ കൂട്ടിക്കൊണ്ടു പോകാനാണെന്ന് പ്രഭാവതി ചോദിക്കുമ്പോ വിശാൽ പറയുകയാണ്, അതിനെന്താ, പാർവതിയും കൂട്ടിക്കൊണ്ടു പോ. അത് പിന്നെ വിശാൽ സാർ, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ടെന്ന് പാറു പറയുമ്പോ അങ്ങോട്ടേക്ക് വരുന്ന പല്ലവി പറയുകയാണ്, ഞാൻ വരാം. അല്ല, പല്ലവിയെ കൂട്ടിക്കൊണ്ടു പോയാൽ ഗാർഗി പരാതി പറയില്ലേ എന്ന് റിയ ചോദിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ 3 മരുമക്കളുടെയും പേരെഴുതി നറുക്കിടാം. ആർക്കാണോ നറുക്ക് വീഴുന്നത് അവരെയും കൊണ്ട് പോകാമെന്നും പ്രഭാവതി പറയുന്നു. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് പല്ലവി ചോദിക്കുമ്പോ അതാണ് അതിന്റെ മര്യാദയെന്ന് പ്രഭാവതി പറയുന്നു. അങ്ങനെ റിയ പേപ്പർ എടുത്ത് നറുക്കിടുമ്പോ പ്രഭാവതി എടുക്കുന്നത് പാർവതിയുടെ പേര് തന്നെയാണ്. പാർവതി, നിന്റെ പേരാ വന്നിരിക്കുന്നത്, ഇനി നീ ഒഴിവ് കഴിവൊന്നും പറയണ്ടെന്ന് പ്രഭാവതി പറയുന്നു. പാർവതിയും ഞാനും എന്താണെങ്കിലും വരാം അമ്മയെന്ന് വിശാൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന പ്രഭാവതിയാണ്. പ്രഭാവതി സന്തോഷത്തോടെ മനസ്സിൽ പറയുകയാണ്, എന്താണെങ്കിലും നല്ലൊരു പണി തന്നെയാ തീർന്നു കിട്ടിയിരിക്കുന്നത്. വിശാലും പാർവതിയും കൂടി ഒരുമിച്ചാകുമ്പോ രണ്ടിന്റെയും കാര്യത്തില് സ്വാമിജി പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാക്കിക്കോളും. പക്ഷേ ആ വിൽപത്രവും ബാക്കിയുള്ള ഡോക്യുമെന്റ്സും കൂടി കിട്ടണമല്ലോ, അതിപ്പോ എവിടുന്നാ കിട്ടുക, എങ്ങനെ കണ്ടെത്തുമെന്നൊക്കെ പ്രഭാവതി ആലോചിക്കുമ്പോ അങ്ങോട്ടേക്ക് പല്ലവി വരികയാണ്. അമ്മ എന്താ എന്നെ ശ്രീശങ്കരയാഗത്തിന് കൊണ്ടുപോകാത്തത്? എന്റെ കുഞ്ഞിന്റെ കരച്ചിലുകളല്ലേ ഇവിടെ ആദ്യം കേൾക്കേണ്ടത് എന്നൊക്കെ പല്ലവി പറയുമ്പോ പല്ലവിയെ നോക്കി ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുകയാണ് പ്രഭാവതി. ഇവൾക്കറിയാമായിരിക്കും പാർവതി ആ വിൽപത്രവും ഡോക്യുമെന്റ്സും ഒക്കെ എവിടെയാണ് വെച്ചതെന്ന്. ഇതാണെങ്കിലും ഇവളെ കൊണ്ട് തന്നെ അതെടുപ്പിക്കാം. മോളെ, ഞാൻ പറയുന്നത് പോലെ മോള് ചെയ്യുകയാണെങ്കിൽ യാഗത്തിനേക്കാൾ ഐശ്വര്യം മോൾക്ക് വന്നു ചേരും. നിന്റെ ചേച്ചിയുടെ കയ്യില് ആചാര്യവക്കീല് കൊടുത്ത പണം കായ്ക്കുന്ന മരം എന്നെഴുതിയ ഒരു സഞ്ചിയുണ്ട്. ഇതിന്റെ അകത്ത് വിൽപത്രവും ഇവിടുത്തെ സ്വത്തുക്കളുടെ ഡോക്യുമെന്റ്സ് ആണെന്നും മോൾക്കറിയാമല്ലോ. മോള് ആദ്യം പോയി അതെടുത്തുകൊണ്ട് വാ. ഇത് കേൾക്കുന്ന പല്ലവി അതെടുക്കാനായി പാറുവിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. അങ്ങനെ പാറുവിന്റെ മുറിയിലെ ഡ്രോയുടെ ഉള്ളിൽ നിന്നും പല്ലവിക്ക് ആ ഡോക്യുമെന്റ്സ് എല്ലാം കിട്ടുകയാണ്. എന്റെ ഉദയനൂരമ്മേ, എനിക്കിതുകൊണ്ട് ഒരാവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് പല്ലവി അതുകൊണ്ട് പ്രഭാവതിയെ ഏൽപ്പിക്കുന്നു. തുടർന്ന് പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, നിനക്കിങ്ങനെയൊരു ശുദ്ധ പൊട്ടിയായ അനിയത്തി ഉള്ളതുകൊണ്ട് എനിക്കത് ഉപകാരമായി. നീ പൊന്നുപോലെ സൂക്ഷിച്ച വിൽപത്രവും ഡോക്യുമെന്റ്സും എല്ലാം ഇപ്പോ എന്റെ കയ്യിലാ പാർവതി. അമ്മേ, ഇനി എനിക്ക് ആ മാർഗം പറഞ്ഞു തരാൻ പല്ലവി പറയുമ്പോ പ്രഭാവതി പറയുകയാണ്, മോളെ, ഒരു 2-3 ദിവസം കൂടി നീ ക്ഷമിക്കണം. അത് കഴിഞ്ഞാലേ നീ ഇവിടുത്തെ കോടീശ്വരിയായി മാറാൻ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാറുവിനെയും കൂട്ടിക്കൊണ്ട് റിയയും പ്രഭാവതിയും ആശ്രമത്തിൽ എത്തിയിരിക്കുന്നതാണ്. തുടർന്ന് അകത്തേക്ക് കയറുന്ന പാറു പ്രഭാവതിയോട് പറയുകയാണ്, അമ്മയല്ലേ പറഞ്ഞത് ഇവിടെ ശ്രീശങ്കര പൂജ നടക്കാൻ പോകുന്നതെന്ന്? എന്നിട്ട് ആ പൂജയ്ക്ക് വേണ്ടിയുള്ള ചക്രമല്ലല്ലോ അവിടെ തീർത്തിരിക്കുന്നത്. ഇത് കേൾക്കുന്ന പ്രഭാവതി ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.